നെഹേമിയ അധ്യായം 6. ഞാൻ കതക് കൊളുത്തിയില്ലെങ്കിലും മതിൽ പണിത് വിടവുകൾ അടച്ചു എന്ന് സൻബല്ലാത്തും തോബിയായും അറേബ്യനായ ഗഷമും മറ്റ് ശത്രുക്കളും അറിഞ്ഞു. സൻബല്ലാത്തും ഗഷമും എനിക്ക് സന്ദേശമയച്ചു, വരിക, ഓനോ സമുദ്രത്തിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ വെച്ച് നമുക്കൊരു കൂടിക്കാഴ്ച നടത്താം. എന്നെ ഉപദ്രവിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഞാൻ ദൂതന്മാരെ അയച്ച് അവരോട് പറഞ്ഞു, ഞാനൊരു വലിയ കാര്യം ചെയ്യുകയാണ്, എനിക്ക് വരിക സാധ്യമല്ല. ഞാൻ ഇറങ്ങി വന്ന് പണിക്ക് മുടക്കം വരുത്തുന്നത് എന്തിന്? അവർ 4 പ്രാവശ്യം ഈ സന്ദേശം അയക്കുകയും ഞാൻ ഇതേ ഉത്തരം നൽകുകയും ചെയ്തു. 5-ാം പ്രാവശ്യവും സൻബല്ലാത്ത് ഫ്രിത്തിനെ തുറന്ന കത്തുമായി അയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നീയും യഹൂദന്മാരും എതിർക്കാൻ ഉദ്ദേശിച്ചാണ് മതിൽ പണിയുന്നതെന്നും നീ അവരുടെ രാജാവാകാൻ ഉദ്ദേശിക്കുന്നുവെന്നും ജനതകളുടെ ഇടയിൽ കേൾവിയുണ്ട്. ഗഷമും അതുതന്നെ പറയുന്നു. യൂദായിൽ ഒരു രാജാവ് ഉണ്ടായിരിക്കുന്നുവെന്ന് നിന്നെക്കുറിച്ച് ജെറുസലമിൽ വിളംബരം ചെയ്യുന്നതിന് നീ പ്രവാചകരെ നിയോഗിച്ചിരിക്കുന്നുവെന്നും കേൾക്കുന്നു. ഇവയെല്ലാം രാജസന്നിധിയിൽ അറിയിക്കും. അതിനാൽ വരിക, നമുക്ക് കൂടിയാലോചന നടത്താം. ഞാൻ അവന് മറുപടി നൽകി, നീ പറയുന്നതൊന്നും നടന്നിട്ടില്ല, എല്ലാം നിന്റെ സങ്കല്പമാണ്. ജോലി ചെയ്യാനാവാത്ത വിധം ഞങ്ങളുടെ കരങ്ങൾ തളർന്നു പോകും എന്ന് കരുതി അവർ ഞങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ചു. ദൈവമേ, അവിടുന്ന് ഇപ്പോൾ എൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണമേ. വീട്ടുതടങ്കലിലായിരുന്ന ഷമായായുടെ അടുത്ത് ഞാൻ ചെന്നു. അവൻ മെഹതാബേലിൻ്റെ പുത്രനായ ദലായായുടെ മകനാണ്. അവൻ എന്നോട് പറഞ്ഞു, നമുക്ക് ദേവാലയത്തിനുള്ളിൽ കതകടച്ചിരിക്കാം. അവർ അങ്ങയെ കൊല്ലാൻ നോക്കുന്നു, രാത്രിയിൽ അവർ വരും. ഞാൻ പറഞ്ഞു, എന്നെപ്പോലുള്ള ഒരാൾ പേടിച്ചോടുകയോ എന്നെപ്പോലുള്ള ആരെങ്കിലും ദേവാലയത്തിനുള്ളിൽ ഒളിച്ച് ജീവൻ രക്ഷിക്കുമോ? ഞാനത് ചെയ്യുകയില്ല. അവൻ്റെ വാക്കുകൾ ദൈവപ്രചോദിതമല്ലെന്നും തോബിയായും സൻബല്ലാത്തും കൂലിക്കെടുത്തതുകൊണ്ടാണ് എനിക്കെതിരെ പ്രവചിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഭയപ്പെട്ട് ഇപ്രകാരം പ്രവർത്തിച്ച് ഞാൻ പാപം ചെയ്യുന്നതിനും അങ്ങനെ എനിക്ക് ദുഷ്കീർത്തിയുണ്ടായി എന്നെ അവഹേളിക്കുന്നതിനും വേണ്ടി അവർ അവനെ കൂലിക്കെടുത്തതാണ്. എൻ്റെ ദൈവമേ, തോബിയായ്ക്കും സൻബല്ലാത്തിനും അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നൽകണമേ. പ്രവാചികയായ നവാദിയായെയും എന്നെ ഭയപ്പെടുത്താൻ ഉദ്യമിച്ച മറ്റ് പ്രവാചകന്മാരെയും ഓർക്കണമേ. അങ്ങനെ 52-ാം ദിവസം ഏലൂൾ മാസം 25-ാം ദിവസം പണി പൂർത്തിയായി. ഇതറിഞ്ഞ് ഞങ്ങളുടെ ശത്രുക്കളും ചുറ്റുമുള്ള ജനതകളും ഭയപ്പെട്ടു. അവർക്ക് ആത്മവിശ്വാസം നശിച്ചു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താലാണ് ഈ പണി നടന്നതെന്ന് അവർ മനസ്സിലാക്കി. അക്കാലത്ത് യൂദായിലെ ശ്രേഷ്ഠന്മാരും തോബിയായും തമ്മിൽ കത്തിടപാടുകൾ ഉണ്ടായിരുന്നു. അവൻ ആരായുടെ പുത്രൻ ഷെക്കാനിയായുടെ ജാമാതാവായിരുന്നു. തോബിയായുടെ പുത്രൻ യോഹനാൻ ബറക്കിയായുടെ പുത്രൻ മെഷുല്ലാമിൻ്റെ മകളെയാണ് വിവാഹം ചെയ്തിരുന്നത്. അതിനാൽ യൂദായിൽ പലരും അവൻ്റെ പക്ഷത്തായിരുന്നു. അവർ എൻ്റെ മുൻപിൽ അവനെ പ്രശംസിച്ചു. ഞാൻ പറഞ്ഞവയെല്ലാം അവനെ അറിയിക്കുകയും ചെയ്തു. തോബിയ എനിക്ക് ഭീഷണി കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. നെഹേമിയ അധ്യായം 7. മതിലിൻ്റെ പണി തീർന്നു. കതകുകൾ കൊളുത്തുകയും കാവൽക്കാരെയും ഗായകരെയും ലേവ്യരെയും നിയമിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ സഹോദരൻ ഹനാനിയെയും കോട്ടകാവൽക്കാരുടെ അധിപനായ ഹനാനിയായെയും ജെറുസലമിൻ്റെ ഭരണമേൽപ്പിച്ചു. വിശ്വസ്തതയിലും ദൈവഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, വെയിൽ മൂക്കുന്നതുവരെ ജെറുസലമിൻ്റെ കവാടങ്ങൾ തുറക്കരുത്. കാവലുള്ളപ്പോൾ തന്നെ വാതിലുകൾ അടച്ചു കുറ്റിയിടണം. ജെറുസലം നിവാസികളെ ആയിരിക്കണം കാവൽക്കാരായി നിയമിക്കുക. അവർ താങ്കളുടെ ഭവനത്തിൻ്റെ എതിർവശത്ത് സ്ഥാനമുറപ്പിക്കണം. നഗരം വലുതും വിശാലവുമായിരുന്നു.
നിവാസികൾ വിരളവും. വീടുകൾ പണിതിരുന്നില്ല. ശ്രേഷ്ഠന്മാരെയും നായകന്മാരെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരുടെ വംശാവലി തയ്യാറാക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. ആദ്യം മടങ്ങി വന്നവരുടെ വംശാവലി ഗ്രന്ഥം ഞാൻ കണ്ടെത്തി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയവരിൽ സ്വനഗരങ്ങളിൽ മടങ്ങിയെത്തിയവർ. അവർ ജെറൂസലമിലും യൂദായിലെ നഗരങ്ങളിലും മടങ്ങിയെത്തി. സെറുബാബേൽ, യെശുവ, നെഹമിയ, അസറിയ, റാമിയ, നഹമാനി, മൊർദെഖായ്, ബിൽഷാൻ, മിസ്പേരത്ത്, ബിഗ്വായി, നേഹും, ബാന എന്നിവരുടെ നേതൃത്വത്തിലാണ് അവർ വന്നത്. ഇസ്രായേൽ ജനത്തിന്റെ കണക്ക്: പറോഷ് കുടുംബത്തിൽ 2172, ഷഫാത്യ കുടുംബത്തിൽ 372, ആര കുടുംബത്തിൽ 652, പഹാത്ത് മോവാബ് കുടുംബത്തിൽപ്പെട്ട യെശുവയുടെയും യോവാബിന്റെയും സന്തതികളായി 2818, ഏലാം കുടുംബത്തിൽ 1254, സാത്ത് കുടുംബത്തിൽ 845, സഖായ് കുടുംബത്തിൽ 760, ബെന്നൂയി കുടുംബത്തിൽ 648, ബേബായി കുടുംബത്തിൽ 628, അസ്ഗാദ് കുടുംബത്തിൽ 2322, അദോനിക്കാം കുടുംബത്തിൽ 667, ബിഗ്വായ് കുടുംബത്തിൽ 2067, ആദിൻ കുടുംബത്തിൽ 655, ആദേർ എന്ന് അറിയപ്പെടുന്ന ഹെസക്കിയായുടെ സന്തതികൾ 98, ഹാഷും കുടുംബത്തിൽ 328, ബസായ് കുടുംബത്തിൽ 324, ഹാറിഫ് കുടുംബത്തിൽ 112, ഗിബയോൻ കുടുംബത്തിൽ 95, ബേത്ലഹേമിലെയും നെത്തോഫാഹിലെയും പുരുഷന്മാർ 188, അനാത്തോത്തിലെ പുരുഷന്മാർ 128, ബേത് ഹസ്മാവത്തിലെ പുരുഷന്മാർ 42, കിരിയാത്ത് ഹെയാറിം, കെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ പുരുഷന്മാർ 743, റാമായിലെയും ഗേബായിലെയും പുരുഷന്മാർ 621, മിക്മാസിലെ പുരുഷന്മാർ 122, ബഥേലിലെയും ആയിയിലെയും പുരുഷന്മാർ 123, മറ്റേ നെബോയിലെ പുരുഷന്മാർ 52, മറ്റേ ഏലാം കുടുംബത്തിൽ 1254, ഹാറീം കുടുംബത്തിൽ 320, ജെറീഖോ കുടുംബത്തിൽ 345, ലോദ്, ഹദീദ്, ഓനോ എന്നിവരുടെ സന്തതികൾ 721, സേനാ കുടുംബത്തിൽ 3930, പുരോഹിതന്മാർ: യെശുവ കുടുംബത്തിൽ യെദായയുടെ സന്തതികൾ 973, ഇമ്മർ കുടുംബത്തിൽ 1052, പാഷൂർ കുടുംബത്തിൽ 1247, ഹാറീം കുടുംബത്തിൽ 1017, ലേവ്യർ: ഹോദവ കുടുംബത്തിൽ യെശുവയുടെയും കദ്മിയേലിന്റെയും സന്തതികൾ 74, ഗായകർ: ആസാഫ് കുടുംബത്തിൽ 148, വാതിൽ കാവൽക്കാർ: ഷല്ലൂം, ആദർ, തൽമോൻ, അക്കൂബ്, ഹത്തീത്ത, ഷോബായ് എന്നിവരുടെ സന്തതികൾ 138, ദേവാലയ ശുശ്രൂഷകർ: സീഹ, ഹസൂഫ, തബാവോത്ത്, കേറോസ്, സിയ, പാദോൻ, ലബാന, ഹാഗാബ, ഷൽമായി, ഹാനാൻ, ഗിദൽ, ഗാഹാർ, റയായ, റസിൻ, നെക്കോദ, ഗസാം, ഉസ, പാസയ, ബേസായ്, മെയൂനിം, നെഫുഷേസിം, ബക്ബുഖ്, ഹക്കൂഫ,
ഹർഹൂർ, ബാസ്ലിത്ത്, മെഹിദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹക്കീഫ എന്നിവരുടെ സന്തതികൾ. സോളമന്റെ സേവകരുടെ പുത്രന്മാർ സോത്തായ്, സൊഫേറേത്ത്, പിരീദ, യാല, ദാർക്കോൻ, ഗിദൽ, ഷെഫാത്തിയ, ഹത്തീൽ, പൊക്കരത്ത് ഹസബായിം, ആമോൻ എന്നിവരുടെ സന്തതികൾ. ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ സേവകന്മാരും ആകെ 392 പേർ. തെൽമേല, തെൽഹർഷ, കെരൂബ്, അദോൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവരാണ് താഴെ പറയുന്നവർ. എന്നാൽ തങ്ങളുടെ കുടുംബമോ കുലമോ കൊണ്ട് തങ്ങൾ ഇസ്രായേല്യരാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചില്ല. ദലായ, തോബിയ, നെക്കോദ എന്നിവരുടെ സന്തതികൾ 642. പുരോഹിതന്മാരുടെ പുത്രന്മാർ ഹൊബായ, ഹക്കോസ്, ബർസില്ലായ് എന്നിവരുടെ സന്തതികൾ. ബർസില്ലായ് കുടുംബക്കാരുടെ പൂർവികൻ ഗിലെയാദുകാരൻ ബർസില്ലായിയുടെ പുത്രിയെ വിവാഹം ചെയ്തതിനാലാണ് അവർക്ക് ആ പേര് ലഭിച്ചത്. വംശാവലി പട്ടികയിൽ പേരില്ലാത്തതിനാൽ അവരെ അശുദ്ധരായി കരുതി പുരോഹിത ഗണത്തിൽ ഉൾപ്പെടുത്തിയില്ല. ഉറീമും തുമ്മീമുമുള്ള ഒരു പുരോഹിതൻ വരുന്നതുവരെ വിശുദ്ധ ഭോജനത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. ജനമാകെ 47,360 പേർ. ഇതിനു പുറമെ അവരുടെ ദാസീദാസന്മാർ 7,337 പേരും ഗായികന്മാരായി 245 പേരും ഉണ്ടായിരുന്നു. 736 കുതിരകളും 245 കോവർകഴുതകളും 435 ഒട്ടകങ്ങളും 6,720 കഴുതകളും ഉണ്ടായിരുന്നു. കുടുംബത്തലവന്മാർ ദേവാലയ നിർമ്മാണത്തിന് സംഭാവനകൾ നൽകി. ദേശാധിപതി 1000 ദാരിക് സ്വർണവും 50 ക്ഷാളനപാത്രങ്ങളും 530 പുരോഹിത വസ്ത്രങ്ങളും നൽകി. കുടുംബത്തലവന്മാർ നിർമ്മാണ നിധിയിലേക്ക് 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും നൽകി. മറ്റുള്ളവർ 20,000 ദാരിക് സ്വർണവും 2,200 മീന വെള്ളിയും 67 പുരോഹിത വസ്ത്രങ്ങളും നൽകി. പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ, ഗായകർ, ശുശ്രൂഷകർ തുടങ്ങി ഇസ്രായേല്യരെല്ലാം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ താമസിച്ചു. 7-ാം മാസമായപ്പോഴേക്കും ഇസ്രായേൽ ജനം താന്താങ്ങളുടെ പട്ടണങ്ങളിൽ വാസമുറപ്പിച്ചിരുന്നു. നെഹേമിയ അധ്യായം 8. ജനം ഒറ്റക്കെട്ടായി ജലകവാടത്തിന് മുൻപിലുള്ള മൈതാനത്തിൽ സമ്മേളിച്ചു. കർത്താവ് ഇസ്രായേലിന് നൽകിയ മോശയുടെ നിയമഗ്രന്ഥം കൊണ്ടുവരാൻ അവർ നിയമജ്ഞനായ എസ്രായോട് ആവശ്യപ്പെട്ടു. 7-ാം മാസം 1-ാം ദിവസം പുരോഹിതനായ എസ്ര സ്ത്രീകളും പുരുഷന്മാരും തിരിച്ചറിവായ എല്ലാവരും അടങ്ങുന്ന സഭയുടെ മുൻപിൽ നിയമഗ്രന്ഥം കൊണ്ടുവന്നു. അവൻ ജലകവാടത്തിന് മുൻപിലുള്ള മൈതാനത്ത് നിന്നുകൊണ്ട് അതിരാവിലെ മുതൽ മധ്യാഹ്നം വരെ അവരുടെ മുൻപിൽ അത് വായിച്ചു. ജനം ശ്രദ്ധാപൂർവം ശ്രവിച്ചു. പ്രത്യേകം നിർമ്മിച്ച തടി കൊണ്ടുള്ള പീഠത്തിലാണ് എസ്ര നിന്നത്. മത്തീത്തിയ, ഷേമ, അനായ, ഉറിയ, ഹിൽക്കായ, മാസയ എന്നിവർ അവൻ്റെ വലത്തുവശത്തും പെദായ, മിഷായേൽ, മൽക്കിയ, ഹഷൂം, ഹഷ്ബദാന, സക്കറിയ, മെഷുല്ലാം എന്നിവർ ഇടതുവശത്ത് നിന്നിരുന്നു. ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും കാണെ അവൻ പുസ്തകം തുറന്നു. അവർ എഴുന്നേറ്റ് നിന്നു. എസ്ര അത്യുന്നത ദൈവമായ കർത്താവിനെ സ്തുതിച്ചു. ജനം കൈകൾ ഉയർത്തി ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുകയും
സാഷ്ടാംഗം വീണ് കർത്താവിനെ ആരാധിക്കുകയും ചെയ്തു. യെശുവ, ബാനി, ഷറബിയ, യാമിൻ, അക്കൂബ്, ഷബത്തായി, ഹോദിയ, മാസയ, കെലീത്ത, അസറിയ, യോസാബാദ്, ഹനാൻ, പെലായ എന്നീ ലേവ്യർ സ്വസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ജനത്തെ നിയമം മനസ്സിലാക്കാൻ സഹായിച്ചു. അവർ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു. ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു. നിയമം വായിച്ചു കേട്ട് ജനം കരഞ്ഞു. അപ്പോൾ ദേശാധിപനായ നെഹമിയായും പുരോഹിതനും നിയമജ്ഞനായ എസ്രായും ജനത്തെ പഠിപ്പിച്ച ലേവ്യരും അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഈ ദിവസം വിശുദ്ധമാണ്. അതിനാൽ ദുഃഖിക്കുകയോ കരയുകയോ അരുത്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി വിഭവസമൃദ്ധമായ ഭക്ഷണവും മധുരവീഞ്ഞും കഴിക്കുക. ആഹാരമില്ലാത്തവന് ഓഹരി കൊടുത്തയക്കുകയും ചെയ്യുക. ഈ ദിവസം കർത്താവിന് വിശുദ്ധമാണ്. നിങ്ങൾ വിലപിക്കരുത്. അവിടുത്തെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. നിശബ്ദരായിരിക്കുവിൻ. ഈ ദിവസം വിശുദ്ധമാണ്. വിലാപമരുത് എന്ന് പറഞ്ഞ് ലേവ്യർ ജനത്തെ ശാന്തരാക്കി. കാര്യം ഗ്രഹിച്ച് എല്ലാവരും ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനും ഓഹരികൾ എത്തിച്ചു കൊടുക്കാനും ആഹ്ലാദിക്കാനും വേണ്ടി പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം കുടുംബത്തലവന്മാർ എല്ലാവരും നിയമം പഠിക്കാൻ വേണ്ടി ലേവ്യരോടും പുരോഹിതന്മാരോടുമൊപ്പം നിയമജ്ഞനായ എസ്രായുടെ അടുത്ത് ചെന്നു. 7-ാം മാസത്തിലെ ഉത്സവത്തിന് ഇസ്രായേല്യർ കൂടാരങ്ങളിൽ വസിക്കണമെന്നും കുന്നുകളിൽ ചെന്ന് ഒലിവ്, കാട്ടൊലിവ്, കുളന്ത്, ഈന്തപ്പന എന്നിവയുടെ ശാഖകൾ കൊണ്ടുവന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കൂടാരങ്ങൾ നിർമ്മിക്കുക എന്ന് തങ്ങളുടെ പട്ടണങ്ങളിലും ജെറുസലമിലും പ്രഘോഷിച്ച് അറിയിക്കണമെന്നും കർത്താവ് മോശ വഴി നൽകിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. അവർ ചെന്ന് അവ കൊണ്ടുവരികയും തങ്ങളുടെ മേൽപ്പുരയിലും മുറ്റത്തും ദേവാലയാങ്കണത്തിലും ജലകവാടത്തിനും എഫ്രായിം കവാടത്തിനും സമീപമുള്ള മൈതാനങ്ങളിലും കൂടാരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു. അവർ വളരെ സന്തോഷിച്ചു. കാരണം നൂനിന്റെ പുത്രൻ ജോഷുവയുടെ കാലം മുതൽ അന്നുവരെ ഇസ്രായേൽ ജനം ഇപ്രകാരം ചെയ്തിരുന്നില്ല. ഉത്സവത്തിന്റെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ എന്നും അവൻ ദൈവത്തിന്റെ നിയമഗ്രന്ഥം വായിച്ച് കേൾപ്പിച്ചു. 7 ദിവസം അവർ തിരുനാൾ ആഘോഷിച്ചു. നിയമമനുസരിച്ച് 8-ാം ദിവസം ഒരു മഹാസമ്മേളനവും ഉണ്ടായിരുന്നു. നെഹേമിയ അധ്യായം 9. ആ മാസം 24-ാം ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. അവർ ചാക്കുടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു. കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു. യെഷുവ, ബാനി, കദ്മിയേൽ, ഷബാനിയ, ബുന്നി, ഷെറബിയ, ബാനി, കെനാനി എന്നിവർ ലേവ്യരുടെ പീഠങ്ങളിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവിനെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. അനന്തരം ലേവ്യരായ യെഷുവ, കദ്മിയേൽ, ബാനി, ഹഷബ്നയ, ഷെറബിയ, ഹോദിയ, ഷബാനിയ, പത്താഹിയ എന്നിവർ ജനത്തെ ആഹ്വാനം ചെയ്തു. എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവിൻ. എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ. എസ്രാ തുടർന്നു, അവിടുന്ന് മാത്രമാണ് കർത്താവ്. അവിടുന്ന് ആകാശത്തെയും സ്വർഗാധിസ്വർഗത്തെയും ആകാശ സൈന്യത്തെയും
ഭൂമിയെയും അതിലുള്ള സകലത്തെയും, സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. അവിടുന്ന് അവയെ സംരക്ഷിക്കുന്നു. ആകാശഗോളങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. അവിടുന്നാണ് കൽദായ ദേശമായ ഊറിൽ നിന്ന് അബ്രാമിനെ തിരഞ്ഞെടുത്തു കൊണ്ടുവന്ന് അബ്രഹാം എന്ന പേര് നൽകിയ ദൈവമായ കർത്താവ്. അവൻ വിശ്വസ്തനാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി. കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ജബൂസ്യർ, ഗിർഗാഷ്യർ എന്നിവരുടെ നാട് അവൻ്റെ പിൻഗാമികൾക്ക് നൽകുമെന്ന് അവിടുന്ന് അവനോട് വാഗ്ദാനം ചെയ്തു. നീതിമാനായ അവിടുന്ന് അത് നിറവേറ്റി. അവിടുന്ന് ഈജിപ്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡകൾ കാണുകയും ചെങ്കടലെങ്കിൽ വെച്ചുള്ള വിലാപം ശ്രവിക്കുകയും ചെയ്തു. ഫറവോയും സേവകന്മാരും ജനവും ഞങ്ങളുടെ പിതാക്കന്മാരോട് ധിക്കാരം പ്രവർത്തിച്ചത് അവിടുന്ന് അറിഞ്ഞു. അവർക്കെതിരായി അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നെന്ന പോലെ അവിടുത്തെ നാമം വിശ്രുതമാക്കി. അവരുടെ മുൻപിൽ അവിടുന്ന് കടലിനെ വിഭജിച്ചു. ജനം ഉണങ്ങിയ നിലത്തിലൂടെ കടന്നു. അവരെ അനുധാവനം ചെയ്തവരെ അവിടുന്ന് കല്ലെന്ന പോലെ കടലിലാഴ്ത്തി. പകൽ മേഘസ്തംഭത്താൽ അവിടുന്ന് അവരെ നയിച്ചു. രാത്രി അഗ്നിസ്തംഭത്താൽ അവർക്ക് വഴികാട്ടി. സ്വർഗസ്ഥനായ അവിടുന്ന് സീനായി മലയിൽ ഇറങ്ങി വന്ന് അവരോട് സംസാരിക്കുകയും ഉചിതമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അവർക്ക് നൽകുകയും ചെയ്തു. അവിടുത്തെ ദാസനായ മോശ വഴി വിശുദ്ധ സാബത്തും പ്രമാണങ്ങളും കൽപ്പനകളും അവർക്ക് നൽകി. അവിടുന്ന് അവർക്ക് ആകാശത്തു നിന്ന് അപ്പവും പാറയിൽ നിന്ന് ദാഹജലവും നൽകി. അങ്ങ് വാഗ്ദാനം ചെയ്ത നാട് കൈവശപ്പെടുത്താൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവരും ഞങ്ങളുടെ പിതാക്കന്മാരും ധിക്കാരവും ദുശാഠ്യവും കാട്ടി അവിടുത്തെ കൽപ്പന ലംഘിച്ചു. അവർ അനുസരിക്കാൻ വിസമ്മതിച്ച് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവഗണിച്ചു. ദുശാഠ്യക്കാരായ അവർ ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് മടങ്ങാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവമാകയാൽ അവിടുന്ന് അവരെ കൈവിടിഞ്ഞില്ല. അവർ ലോഹം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇതാ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവം എന്ന് പറഞ്ഞ് ഘോരമായി ദൈവത്തെ ദുഷിച്ചു. എന്നിട്ടും കാരുണ്യവാനായ അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല. പകൽ അവരെ നയിച്ച മേഘസ്തംഭവും രാത്രി അവർക്ക് വഴികാട്ടിയ അഗ്നിസ്തംഭവും അവരെ വിട്ടുപോയില്ല. അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകമുദിപ്പിച്ചു. മന്നായും ദാഹജലവും തുടർന്ന് നൽകി. 40 വർഷം അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു. അവർക്കൊന്നിനും കുറവില്ലായിരുന്നു. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, പാദം വീങ്ങിയില്ല. രാജ്യങ്ങളെയും ജനതകളെയും അവിടുന്ന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ദേശമെല്ലാം അവർക്ക് അധീനമാക്കി. അവർ ഹെഷ്ബോൺ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിന്റെയും രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അവരുടെ സന്തതികളെ അവിടുന്ന് വർദ്ധിപ്പിച്ചു. അവരുടെ പിതാക്കന്മാരോട് കൈവശമാക്കാൻ കൽപ്പിച്ചിരുന്ന ദേശത്തേക്ക് അവിടുന്ന് അവരെ നയിച്ചു. അതവർ കൈവശമാക്കി. തദ്ദേശവാസികളായ കാനാന്യരെ അവിടുന്ന് പരാജയപ്പെടുത്തി. അവരോടും അവരുടെ രാജാക്കന്മാരോടും ഇഷ്ടം പോലെ പെരുമാറാൻ അവിടുന്ന് തൻ്റെ ജനത്തെ അനുവദിച്ചു. സുരക്ഷിത നഗരങ്ങളും ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കി. വിശിഷ്ട വിഭവങ്ങൾ നിറഞ്ഞ വീടുകൾ, കിണറുകൾ, മുന്തിരിത്തോപ്പുകൾ, ഒലിവ് തോട്ടങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ ധാരാളമായി അവർ അധീനമാക്കി. അവർ തിന്നുകൊഴുത്തു. അവിടുന്ന് നൽകിയ വിശിഷ്ട വിഭവങ്ങൾ അവർ ആസ്വദിച്ചു. എങ്കിലും ധിക്കാരികളായ അവർ അവിടുത്തെ എതിർക്കുകയും നിയമത്തെ അവഗണിക്കുകയും ചെയ്തു. അങ്ങയുടെ അടുക്കിലേക്ക് മടങ്ങി വരാൻ ഉപദേശിച്ച അങ്ങയുടെ പ്രവാചകന്മാരെ വധിക്കുകയും അങ്ങയെ ആവർത്തിച്ച് നിന്ദിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു. ശത്രുക്കളുടെ പീഡനമേറ്റ് അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. കാരുണ്യാതിരേകത്താൽ അവിടുന്ന് രക്ഷകന്മാരെ അയച്ച് അവരെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിച്ചു.
എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. അവിടുന്ന് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തി. അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ കാരുണ്യാതിരേകത്താൽ അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചു. നിയമം അനുസരിക്കാൻ അവിടുന്ന് അവരെ അനുശാസിച്ചു. എങ്കിലും അവർ ധിക്കാരപൂർവ്വം അവിടുത്തെ കൽപ്പനകൾ ലംഘിച്ച് പാപം ചെയ്തു. ജീവദായകമായ അവിടുത്തെ അനുശാസനങ്ങൾ പാലിച്ചില്ല. ദുശാഠ്യക്കാരായ അവർ മറുതലിച്ചുകൊണ്ടിരുന്നു. വളരെ കാലം അവിടുന്ന് അവരോട് ക്ഷമിച്ചു. പ്രവാചകന്മാരിലൂടെ അവിടുത്തെ ആത്മാവ് അവർക്ക് താക്കീത് നൽകി. എന്നിട്ടും അവർ ഗവനിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരെ ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ കാരുണ്യാതിരേകം നിമിത്തം അവിടുന്ന് അവരെ നിർമൂലമാക്കുകയോ പരിത്യജിക്കുകയോ ചെയ്തില്ല. അവിടുന്ന് ദയാലുവും കൃപാനിധിയുമായ ദൈവമാകുന്നു. മഹോന്നതനും ശക്തനും ഭീതികരനുമായ ദൈവമേ, ഉടമ്പടി പാലിക്കുന്ന സ്നേഹനിധേ, അസീറിയ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും അവിടുത്തെ ജനത്തിനും നേരിട്ടിരിക്കുന്ന ദുരിതങ്ങൾ നിസ്സാരമായി തള്ളരുതേ. നീതിയുക്തമായാണ് അവിടുന്ന് ഞങ്ങളെ ശിക്ഷിച്ചത്. അവിടുന്ന് വിശ്വസ്തയോടെ വർത്തിച്ചു. ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചു. ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും അവിടുത്തെ നിയമങ്ങളും കൽപ്പനകളും താക്കീതുകളും അവഗണിച്ചു. സ്വന്തം രാജ്യത്ത്, വിശാലവും സമ്പന്നവുമായ ദേശത്ത് അങ്ങ് നൽകിയ സമൃദ്ധി ആസ്വദിച്ചു കഴിയുമ്പോഴും അവർ അവിടുത്തെ സേവിച്ചില്ല. ദുഷ്പ്രവർത്തികൾ ഉപേക്ഷിച്ചതുമില്ല. സൽഫലങ്ങളും നൽവരങ്ങളും ആസ്വദിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് ഇന്ന് ഞങ്ങൾ അടിമകളാണ്. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളെ കീഴ്പ്പെടുത്താൻ അങ്ങ് നിയോഗിച്ച രാജാക്കന്മാർ ദേശത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും അവരുടെ വരുതിയിലാണ്. ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ്. തന്മൂലം ഞങ്ങൾ ഒരു ഉടമ്പടി എഴുതിയുണ്ടാക്കുകയും നേതാക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യുന്നു. നെഹേമിയ അധ്യായം 10. ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ഹക്കാലിയായുടെ പുത്രനും ദേശാധിപതിയുമായ നെഹമിയ, സെദക്കിയ. പുരോഹിതന്മാർ സറായ, അസറിയ, ജെറമിയ, പാഷൂർ, അമറിയ, മൽക്കിയ, ഹത്തൂഷ്, ഷബാനിയ, മല്ലൂക്ക്, ഹാരിം, മെറമോത്ത്, ഒബാദിയ, ദാനിയേൽ, ഗിന്നഥോൻ, ബാറുഖ്, മെഷുല്ലാം, അബിയ, മിയാമിൻ, മാസിയ, ബിൽഗായ്, ഷമായ. ലേവ്യർ അസാനിയയുടെ പുത്രൻ യഷുവ, ഹെനാദാദിന്റെ കുടുംബത്തിൽപ്പെട്ട ബിന്നൂയി, കദ്മിയേൽ. അവരുടെ സഹോദരന്മാർ ഷബാനിയ, ഹോദിയ, കെലീത്ത, പെലായ, ഹാനാൻ, മിഖ, റഹോബ്, അഷാബിയ, സഖൂർ, ഷറബിയ, ഷെബാനിയ, ഹോദിയ, ബാനി, ബനീനു. ജനനേതാക്കന്മാർ പരോഷ്, പഹാത് മോവാബ്, ഏലാം, സത്തു, ബാനി, ബുന്നി, ആസ്കാദ്, ബേബായ്, അദോനിയ, ബിഗ്വായ്, അദീൻ, ആദർ, ഹെസക്കിയ, അസൂർ, ഹോദിയ, ഹഷും, ബേസായ്, ഹാറിഫ്, അനാത്തോത്ത്, നേബായ്, മക്പിയാഷ്, മെഷുല്ലാം, ഹെസീർ, മെഷസാബേൽ, സാദോക്, യദുവ, പെലാത്യ, ഹാനാൻ, അനായ,
ഹോഷയ, ഹനനിയ, ഹാഷുബ്, ഹല്ലഹേഷ്, പിൽഹ, ഷോബെക്, റേഹും, ഹഷാബനാബ്, മാസയ, അഹിയ, ഹാനാൻ, ആനാൻ, മല്ലു, ഹാറിം, ബാന. ശേഷമുള്ള പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽ കാവൽക്കാർ, ഗായകർ, ദേവാലയ സേവകർ എന്നിവരും ദൈവത്തിൻ്റെ നിയമത്തെ പ്രതി തദ്ദേശീയരിൽ നിന്ന് ബന്ധം പുലർത്തിയവരും അവരുടെ ഭാര്യമാരും മക്കളും തിരിച്ചറിവായ എല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരോടും ശ്രേഷ്ഠന്മാരോടും കൂടെ തൻ്റെ ദാസനായ മോശ വഴി ദൈവം നൽകിയ നിയമങ്ങളനുസരിച്ച് ജീവിക്കുമെന്നും ദൈവമായ കർത്താവിൻ്റെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുമെന്നും മറിച്ചായാൽ ശാപമേറ്റുകൊള്ളാമെന്നും ശപഥം ചെയ്തു. ഞങ്ങളുടെ പുത്രന്മാർ തദ്ദേശവാസികളുടെ പുത്രിമാരെയോ അവരുടെ പുത്രന്മാർ ഞങ്ങളുടെ പുത്രിമാരെയോ വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. സാബത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല. 7-ാം വർഷത്തെ വിളവും കടമീടാക്കലും ഞങ്ങൾ ഉപേക്ഷിക്കും. കാഴ്ചയപ്പം, നിരന്തര ധാന്യബലി, നിരന്തര ദഹനബലി, സാബത്തുകൾ, അമാവാസികൾ, നിശ്ചിത തിരുനാളുകൾ, വിശുദ്ധ വസ്തുക്കൾ, ഇസ്രായേലിനു വേണ്ടിയുള്ള പാപപരിഹാര ബലികൾ എന്നിവയ്ക്കും ദേവാലയ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രതിവർഷം 3 ഷെക്കൽ നൽകാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ ദേവാലയത്തിലെ ബലിപീഠത്തിൽ നിയമപ്രകാരം കത്തിക്കാനുള്ള വിറക് കുടുംബക്രമമനുസരിച്ച് പ്രതിവർഷം നിശ്ചിത സമയങ്ങളിൽ സമർപ്പിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവും നറുക്കിട്ട് തീരുമാനിച്ചിരിക്കുന്നു. വയലിലെ ആദ്യ വിളകളും വൃക്ഷങ്ങളുടെ ആദ്യ ഫലങ്ങളും കർത്താവിൻ്റെ ആലയത്തിൽ സമർപ്പിക്കാമെന്നും ഞങ്ങളുടെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുത്ത് നിയമപ്രകാരം കൊണ്ടുവന്നുകൊള്ളാമെന്നും പുതുധാന്യം കൊണ്ടുള്ള അപ്പവും വൃക്ഷഫലങ്ങൾ, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഓഹരികളും ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മുറികളിൽ എത്തിച്ചുകൊള്ളാമെന്നും കാർഷിക വിളകളുടെ ദശാംശം ഉൾനാടൻ പട്ടണങ്ങളിൽ അവ ശേഖരിക്കുന്ന ലേവ്യരുടെ അടുത്ത് ഏൽപ്പിച്ചുകൊള്ളാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ലേവ്യർ ദശാംശം സ്വീകരിക്കുമ്പോൾ അഹ്റോന്റെ പുത്രനായ പുരോഹിതൻ അവരോടൊത്ത് ഉണ്ടായിരിക്കണം. ലേവ്യർ ദശാംശത്തിൻ്റെ ദശാംശം ദേവാലയത്തിലെ കലവറയിലേക്ക് കൊണ്ടുവരണം. ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഓഹരി ഇസ്രായേൽ ജനവും ലേവ്യരും കൂടെ ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരും പടികാവൽക്കാരും ഗായകരും താമസിക്കുന്നതും ശ്രീകോവിലിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്നതുമായ മുറികളിലേക്ക് കൊണ്ടുവരണം. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തെ അവഗണിക്കുകയില്ല. Chapter 6. When it had been reported to Sanballat, Tobiah, Geshem the Arab, and our other enemies that I had rebuilt the wall, and that there was no breach left in it, though up to that time I had not yet set up the doors and the gates, Sanballat and Geshem sent me this message: Come, let us hold counsel together at Kaphirim, in the plain of Ono. They were planning to do me harm. However, I sent messengers to them with this reply: I am engaged in a great enterprise, and am unable to come down. Why should the work stop while I leave it to come down to you? 4 times they sent me this same proposal, and each time I gave the same reply. Then, the 5th time, Sanballat sent me the same message by one of his servants, who bore an unsealed letter containing this text: Among the nations it has been reported, Geshem is witness to this, that you and the Jews are planning a rebellion, that for this reason you are rebuilding the wall, and that you are to be their king, and so on. Also that you have set up prophets in Jerusalem to proclaim you king of Judah. Now, since matters like these must reach the ear of the king, come, let us hold counsel together. I sent him this answer:
Nothing of what you report has taken place. Rather, it is the invention of your own mind. They were all trying to frighten us, thinking their hands will slacken in the work and it will never be completed. But instead, I now redoubled my efforts. I went to the house of Shemaiah, son of Delaiah, son of Mehetabel, who was unable to go about, and he said, "Let us meet in the house of God, inside the temple building. Let us lock the doors of the temple, for men are coming to kill you. By night they are coming to kill you." My answer was, "A man like me take flight? Can a man like me enter the temple to save his life? I will not go." For on consideration it was plain to me that God had not sent him. Rather, because Tobiah and Sanballat had bribed him, he voiced this prophecy concerning me, that I might act on it out of fear and commit this sin. Then they would have had a shameful story with which to discredit me. Keep in mind Tobiah and Sanballat, O my God, because of these things they did. Keep in mind, as well, Noadiah, the prophetess, and the other prophets who were trying to frighten me. The wall was finished on the 25th day of Elul. It had taken 52 days. When all our enemies had heard of this, and all the nations round about had taken note of it, our enemies lost much face in the eyes of the nations, for they knew that it was with our God's help that this work had been completed. At that same time, however, many letters were going to Tobiah from the nobles of Judah, and Tobiah's letters were reaching them, for many in Judah were in league with him, since he was the son-in-law of Shechaniah, son of Arah, and his son Jehohanan had married the daughter of Meshullam, son of Berechiah. Thus they would praise his good deeds in my presence, and relate to him whatever I said. And Tobiah sent letters trying to frighten me. Chapter 7. When the wall had been rebuilt, I had the doors set up, and the gatekeepers, and the singers, and the Levites were put in charge of them. Over Jerusalem I placed Hanani my brother, and Hananiah the commander of the citadel, who was a more trustworthy and God-fearing man than most. I said to them, "The gates of Jerusalem are not to be opened until the sun is hot, and while the sun is still shining they shall shut and bar the doors. Appoint as watchmen the inhabitants of Jerusalem, some at their watchposts, and others before their own houses." Now the city was quite wide and spacious, but its population was small, and none of the houses had been rebuilt. When my God had put it into my mind to gather together the nobles, the magistrates, and the common people, and to examine their family records, I came upon the family list of those who had returned in the earliest period. There I found the following written: "These are the inhabitants of the province who returned from the captivity of the exiles, whom Nebuchadnezzar king of Babylon had carried away, and who came back to Jerusalem and Judah, each man to his own city, those who returned with Zerubbabel, Jeshua, Nehemiah, Azariah, Rehemiah, Nahamani, Mordecai, Bilshan, Mispireth, Bigvai, Nehum, and Baanah. The census of the men of Israel, sons of Parosh, 2,172. Sons of Shephatiah, 372. Sons of Arah, 652. Sons of Pahath-Moab, who were sons of Jeshua and Joab, 2,818. Sons of Elam, 1,254. Sons of Zatu, 845. Sons of Zakkai, 760. Sons of Binnui, 648. Sons of Bebai, 628. Sons of Azgad, 2,322. Sons of Adonikam, 667. Sons of Bigvai, 2,067. Sons of Adin, 655. Sons of Ater, who were sons of Hezekiah, 98. Sons of Hashum, 328. Sons of Bezai, 324. Sons of Hariph, 112. Sons of Gibeon, 95. Men of Bethlehem and Netophah, 188. Men of Anathoth, 128. Men of Beth Azmaveth, 42. Men of Kiriath Jearim, Kephirah, and Beeroth, 743. Men of Ramah and Geba, 621. Men of Michmas, 122. Men of Bethel and Ai, 123. Men of Nebo, 52.
Sons of another Elam, 1,254. Sons of Harim, 320. Sons of Jericho, 345. Sons of Lod, Hadid, and Ono, 721. Sons of Sinaa, 3,930. The priests, sons of Jediaiah, who were of the house of Jeshua, 973. Sons of Emer, 1,052. Sons of Pashur, 1,247. Sons of Harim, 1,017. The Levites, sons of Jeshua, Kadmiel, Binnui, Hodaviah, 74. The singers, sons of Asaph, 148. The gatekeepers, sons of Shallum, sons of Ater, sons of Talmon, sons of Akub, sons of Hatita, sons of Shobai, 138. The temple slaves, sons of Ziha, sons of Hasupha, sons of Tabaoth, sons of Kiroth, sons of Saya, sons of Padon, sons of Lebana, sons of Hagaba, sons of Shalmai, sons of Hanan, sons of Gidel, sons of Gehar, sons of Reiah, sons of Rezin, sons of Nekoda, sons of Gazam, sons of Uzzah, sons of Paseah, sons of Besai, sons of the Maonites, sons of the Nephushites, sons of Bakbuk, sons of Hakupha, sons of Hahur, sons of Bazlith, sons of Mehida, sons of Harsha, sons of Barkos, sons of Sisera, sons of Tema, sons of Neziah, sons of Hatipha. Descendants of the slaves of Solomon, sons of Sotai, sons of Sophereth, sons of Perida, sons of Jaela, sons of Darkon, sons of Giddel, sons of Shephatiah, sons of Hatil, sons of Pakoreth Hazebaim, sons of Ammon. The total of the temple slaves and the descendants of the slaves of Solomon was 392. The following who returned from Telmeiah, Telharsha, Cherub, Adon, and Emer were unable to prove that their ancestral houses and their descent were Israelite, sons of Delaiah, sons of Tobiah, sons of Nekoda, 642. Also of the priests, sons of Hobaiah, sons of Hakos, sons of Barzillai. He married one of the daughters of Barzillai the Gileadite, and became known by his name. These men searched their family records, but their names could not be found written there. Hence they were degraded from the priesthood, and His Excellency ordered them not to partake of the most holy foods until there should be a priest bearing the Urim and Thummim. The entire assembly taken together came to 42,360, not counting their male and female slaves, who were 7,337. They also had 200 male and female singers. Their horses were 736, their mules 245, their camels 435, their asses 6,720. Certain of the family heads contributed to the service. His Excellency put into the treasury 1,000 drachmas of gold, 50 basins, 30 garments for priests, and 500 minas of silver. Some of the family heads contributed to the treasury for the temple service, 20,000 drachmas of gold and 2,200 minas of silver. The contributions of the rest of the people amounted to 20,000 drachmas of gold, 2,000 minas of silver, and 67 garments for priests. The priests, the Levites, the gatekeepers, the singers, the temple slaves, and all Israel took up residence in their cities. Chapter 8. Now when the 7th month came, the whole people gathered as one man in the open space before the water gate, and they called upon Ezra the scribe to bring forth the book of the law of Moses, which the Lord prescribed for Israel. On the 1st day of the 7th month, therefore, Ezra the priest brought the law before the assembly, which consisted of men, women, and those children old enough to understand. Standing at one end of the open place that was before the water gate, he read out of the book from daybreak till midday, in the presence of the men, the women, and those children old enough to understand, and all the people listened attentively to the book of the law. Ezra the scribe stood on a wooden platform that had been made for the occasion. At his right side stood Mattithiah, Shema, Anaiah, Uriah, Hilkiah, and Maaseiah, and on his left Pedaiah, Mishael, Malchijah, Hashum,
Hashbaddanah, Zechariah, Meshullam. Ezra opened the scroll so that all the people might see it, for he was standing higher up than any of the people. And as he opened it, all the people rose. Ezra blessed the Lord, the great God, and all the people, their hands raised high, answered, Amen, Amen. Then they bowed down and prostrated themselves before the Lord, their faces to the ground. The Levites, Jeshua, Bani, Sherebiah, Jamin, Akub, Shabbathai, Hodiah, Maaseiah, Kelita, Azariah, Jozabad, Hanan, and Pelaiah explained the law to the people who remained in their places. Ezra read plainly from the book of the law of God, interpreting it so that all could understand what was read. Then Nehemiah, that is, His Excellency, and Ezra the priest scribe, and the Levites who were instructing the people, said to all the people, Today is holy to the Lord your God. Do not be sad and do not weep. For all the people were weeping as they heard the words of the law. He said further, Go, eat rich foods and drink sweet drinks, and allot portions to those who had nothing prepared. For today is holy to our Lord. Do not be saddened this day, for rejoicing in the Lord must be your strength. And the Levites quieted all the people, saying, Hush, for today is holy, and you must not be saddened. Then all the people went to eat and drink, to distribute portions, and to celebrate with great joy, for they understood the words that had been expounded to them. On the second day the family heads of the whole people, and also the priests and the Levites, gathered around Ezra the scribe, and examined the words of the law more closely. They found it written in the law prescribed by the Lord through Moses, that the Israelites must dwell in booths during the feast of the 7th month, and that they should have this proclamation made throughout their cities and in Jerusalem. Go out into the hill country and bring in branches of olive trees, oleasters, myrtle, palm, and other leafy trees to make booths, as the law prescribes. The people went out and brought in branches with which they made booths for themselves, on the roofs of their houses, in their courtyards, in the courts of the house of God, and in the open spaces of the water gate and the gate of Ephraim. Thus the entire assembly of the returned exiles made booths and dwelt in them. Now the Israelites had done nothing of this sort from the days of Jeshua son of Nun until this occasion. Therefore there was very great joy. Ezra read from the book of the law of God day after day, from the first day to the last. They kept the feast for 7 days, and the solemn assembly on the 8th day, as was required. Chapter 9. On the 24th day of this month the Israelites gathered together fasting, and in sackcloth, their heads covered with dust. Those of Israelite descent separated themselves from all who were of foreign extraction, then stood forward and confessed their sins and the guilty deeds of their fathers. When they had taken their places, they read from the book of the law of the Lord their God for a 4th part of the day, and during another 4th part they made their confession and prostrated themselves before the Lord their God. Standing on the platform of the Levites were Jeshua, Binnui, Kadmiel, Shebaniah, Bunai, Sherebiah, Bani, and Kenani, who cried out to the Lord their God with a loud voice. The Levites, Jeshua, Kadmiel, Bani, Hashabaniah, Sherebiah, Hodiah, Shebaniah, and Pethahiah, said, Arise, bless the Lord your God from eternity to eternity. The Israelites answered with the blessing, Blessed is your glorious name, and exalted above all blessing and praise. Then Ezra said, It is you, O Lord, you are the only one. You made the heavens, the highest heavens and all their host, the earth and all that is upon it, the seas and all that is in them. To all of them you give life, and the heavenly hosts bow down before you. You, O Lord, are the God who chose Abram, who brought him out from Ur of the Chaldees, and named him Abraham. When you had found his heart faithful in your sight, you made the covenant with him to give to him and his posterity the land of the Canaanites, Hittites, Amorites, Perizzites, Jebusites, and Girgashites.
These promises of yours you fulfilled, for you are just. You saw the affliction of our fathers in Egypt. You heard their cry by the Red Sea. You worked signs and wonders against Pharaoh, against all his servants and the people of his land, because you knew of their insolence toward them. Thus you made for yourself a name even to this day. The sea you divided before them, on dry ground they passed through the midst of the sea. Their pursuers you hurled into the depths like a stone into the mighty waters. With a column of cloud you led them by day, and by night with a column of fire, to light the way of their journey, the way in which they must travel. On Mount Sinai you came down, you spoke with them from heaven. You gave them just ordinances, firm laws, good statutes, and commandments. Your holy Sabbath you made known to them. Commandments, statutes, and law you prescribed for them by the hand of Moses your servant. Food from heaven you gave them in their hunger, water from a rock you sent them in their thirst. You bade them enter and occupy the land which you had sworn with upraised hand to give them. But they, our fathers, proved to be insolent. They held their necks stiff and would not obey your commandments. They refused to obey and no longer remembered the miracles you had worked for them. They stiffened their necks and turned their heads to return to their slavery in Egypt. But you are a God of pardons, gracious and compassionate, slow to anger and rich in mercy. You did not forsake them. Though they made for themselves a molten calf and proclaimed, "Here is your God who brought you up out of Egypt," and were guilty of great effronteries. Yet in your great mercy you did not forsake them in the desert. The column of cloud did not cease to lead them by day on their journey, nor did the column of fire by night cease to light for them the way by which they were to travel. Your good spirit you bestowed on them to give them understanding. Your manna you did not withhold from their mouths, and you gave them water in their thirst. 40 years in the desert you sustained them. They did not want, their garments did not become worn, and their feet did not become swollen. You gave them kingdoms and peoples, which you divided up among them as border lands. They possessed the land of Sihon, king of Heshbon, and the land of Og, king of Bashan. You made their children as numerous as the stars of the heavens, and you brought them into the land which you had commanded their fathers to enter and possess. The sons went in to take possession of the land, and you humbled before them the Canaanite inhabitants of the land, and delivered them over into their power, their kings as well as the peoples of the land, to do with them as they would. They captured fortified cities and fertile land. They took possession of houses filled with all good things, cisterns already dug, vineyards, olive groves, and fruit trees in abundance. They could eat and have their fill, fatten and feast themselves on your immense good gifts. But they were contemptuous and rebellious. They cast your law behind their backs. They slew your prophets who bore witness against them in order to bring them back to you, and they were guilty of great effronteries. Therefore you delivered them into the power of their enemies who oppressed them. But in the time of their oppression they would cry out to you, and you would hear them from heaven, and according to your great mercy give them saviors to deliver them from the power of their enemies. As soon as they had relief, they would go back to doing evil in your sight. Then again you abandoned them to the power of their enemies who crushed them. Then they cried out to you, and you heard them from heaven, and delivered them according to your mercy many times over. You bore witness against them in order to bring them back to your law. But they were insolent and would not obey your commandments. They sinned against your ordinances, from which men draw life when they practice them. They turned stubborn backs, stiffened their necks, and would not obey. You were patient with them for many years, bearing witness against them through your Spirit by means of your prophets. Still they would not listen. Thus you delivered them over into the power of the peoples of the lands. Yet in your great mercy you did not completely destroy them, and you did not forsake them, for you are a kind and merciful God. Now therefore, O our God, great, mighty, and awesome God, you who in your mercy preserve the covenant,
take into account all the disasters that have befallen us, our kings, our princes, our priests, our prophets, our fathers, and your entire people, from the time of the kings of Assyria until this day. In all that has come upon us you have been just, for you kept faith while we have done evil. Yes, our kings, our princes, our priests, and our fathers have not kept your law. They paid no attention to your commandments and the obligations of which you reminded them. While they were yet in their kingdom, in the midst of the many good things that you had given them, and in the wide and fertile land that you had spread out before them, they did not serve you, nor did they turn away from their evil deeds. But see, we today are slaves. And as for the land which you gave our fathers, that they might eat its fruits and good things, see, we have become slaves upon it. Its rich produce goes to the kings whom you set over us because of our sins, who rule over our bodies and our cattle as they please. We are in great distress. Chapter 10. In view of all this, we are entering into a firm pact, which we are putting into writing. On the sealed document appear the names of our princes, our Levites, and our priests. On the sealed document, His Excellency Nehemiah, son of Hakaliah, and Zedekiah, Seraiah, Azariah, Jeremiah, Pashhur, Amariah, Malchijah, Hattush, Shebaniah, Malluch, Harim, Meremoth, Obadiah, Daniel, Ginnethon, Baruch, Meshullam, Abijah, Mijamin, Maaziah, Bilgai, Shemaiah. These are the priests. The Levites, Jeshua son of Azaniah, Binnui of the sons of Henadad, Kadmiel and their brethren Shebaniah, Hodiah, Kelita, Peleiah, Hanan, Micah, Rehob, Hashabiah, Zakur, Sherebiah, Shebaniah, Hodiah, Benai, Benanu. The leaders of the people, Parush, Pahath-Moab, Elam, Zatu, Benai, Bunai, Azgad, Bebai, Adonijah, Bigvai, Eden, Ater, Hezekiah, Azur, Hodiah, Hashum, Bezai, Harif, Anathoth, Nebai, Magpiash, Meshullam, Hazir, Meshezabel, Zadok, Jaddua, Pelatiah, Hanan, Anaiah, Hoshea, Hananiah, Ashub, Halohesh, Bilhah, Shobek, Rehum, Hashabana, Maaseiah, Ahiah, Hanan, Enan, Malluch, Harim, Beanah. The rest of the people, priests, Levites, gatekeepers, singers, temple slaves, and all others who have separated themselves from the peoples of the lands in favor of the law of God, with their wives, their sons, their daughters, all who are of the age of discretion, join with their brethren who are their princes, and with the sanction of a curse take this oath to follow the law of God which was given through Moses, the servant of God, and to observe carefully all the commandments of the Lord our Lord, his ordinances and his statutes. Agreed that we will not marry our daughters to the peoples of the land, and that we will not take their daughters for our sons. When the peoples of the land bring in merchandise or any kind of grain for sale on the Sabbath day, we will not buy from them on the Sabbath or on any other holy day. We will forego the 7th year, as well as every kind of debt. We impose these commandments on ourselves, to give 1/3 of a shekel each year for the service of the house of our God, for the showbread, for the daily cereal offering, for the daily holocaust, for the Sabbaths, new moons, and festivals, for the holy offerings, for sin offerings, to make atonement for Israel, and for every service of the house of our God. We, priests, Levites, and people, have determined by lot concerning the procurement of wood. It is to be brought to the house of our God by each of our family houses at stated times each year, to be burnt on the altar of the Lord our God, as the law prescribes. We have agreed to bring each year to the house of the Lord the first fruits of our fields and of our fruit trees, of whatever kind. Also, as is prescribed in the law, to bring to the house of our God, to the priests who serve in the house of our God, the firstborn of our children and our animals, including the firstborn of our flocks and herds.
the first batch of our dough, and our offerings of the fruit of every tree, of wine and of oil, we will bring to the priests, to the chambers of the house of our God. The tithe of our fields we will bring to the Levites. They, the Levites, shall take the tithe in all the cities of our service. An Aaronite priest shall be with the Levites when they take the tithe, and the Levites shall bring the tithe of the tithes to the house of our God, to the chambers of the treasury. For to these chambers the Israelites and Levites bring the offerings of grain, wine, and oil. There also are housed the utensils of the sanctuary, and the ministering priests, the gatekeepers, and the singers. We will not neglect the house of our God.